നമ്മൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തക്കാളിയൊക്കെ മുറിച്ച് നമ്മൾ അടപ്പത്ത് വെക്കാൻ പോണേണ്. ഇത് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സിയിലൊക്കെ അടിച്ചെടുത്തായിരുന്നു. ഞാൻ അരിഞ്ഞ അടപ്പത്ത് വെക്കണ ഭാഗം വരെ ഞാൻ കാണിച്ചില്ലായിരുന്നു. അത് ഇതിപ്പോൾ കുറുകിക്കൊണ്ടിരിക്കണേണ്. ഇതിപ്പോൾ ഇത് വെള്ളം പോലെ ഇരിക്കണത്. ഇനി കിടന്ന് കുറുകി സെറ്റാകണം. ഇത് കുറച്ച് നേരം പിടിക്കണം. അപ്പോൾ മീഡിയം തീയിലാണ് ഞങ്ങൾ ഇട്ടേക്കണത്. ഇപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. അകന്ന് നിന്നില്ലെങ്കിൽ നമ്മുടെ മേത്തൊക്കെ തെറിച്ച് വീഴുന്നത്. ആ വെള്ളം മുഴുവൻ തീരണ വരെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. കണ്ടോ, ഇപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇറക്കാറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കണേന് ടേസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഇത്തിരി ഉപ്പ് വേണം. അപ്പോൾ ഏതായാലും ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാമെന്ന് ഓർത്തതിന്. അപ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത്തിരി മധുരം ഇട്ട് കൊടുക്കണം. രണ്ടും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇറക്കാറായിട്ടുണ്ട്. പൊട്ടിത്തെറിയൊക്കെ മാറിയിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ പറ്റി തീരാറായി. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കിയത്. ഇപ്പോൾ എല്ലാം തീയൊക്കെ നിർത്തിയിട്ടേക്കണേ. ഇനിയിപ്പോൾ നമ്മളൊന്ന് ഒരു പാത്രത്തിൽ ഒഴിച്ച് നോക്കും. ഇതിങ്ങനെ ഒഴുകിയൊക്കെ പോവുകയാണെങ്കിൽ അത് ശരിയായിട്ടില്ലെന്നാണ് പറയണത്. നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് നോക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒഴുകാണ്ടിരിക്കണുണ്ട്. നമ്മളിപ്പോൾ കറയാമ്പോൾ ഇട്ട് ആണ് ഇത് വേവിച്ചതൊക്കെ. തക്കാളി ശരിയായില്ല മുളക്. നമ്മളൊരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലോട്ട് ഇത് പകർത്തി അങ്ങനെ ടൊമാറ്റോ കച്ചപ്പ് റെഡിയായി. ഇനി ഒരു ബൗളിൽ ഒഴിച്ച് വെച്ചൊക്കെയാണ്. ഇനി ഈ പാത്രത്തിൽ നിന്ന് ഇനി നമുക്ക് വേറൊരു ചെറിയ അധികം എയറൊന്നും കയറാത്ത ഒരു ടിന്നിൻ്റെ അകത്ത് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു 2-3 ആഴ്ചയൊക്കെ ഇരിക്കും. നമ്മൾ വേറെ ഒന്നും കൂട്ടിയിട്ടില്ലല്ലോ അതിൻ്റെ അകത്ത്. പുറത്തുനിന്ന് മേടിക്കണ പോലത്തെ അല്ലല്ലോ ഇത്.